കഴിഞ്ഞ ദിവസം രാജ്യതലസ്ഥാനം നിന്ന് കത്തുന്നതിനിടയിൽ മറ്റൊരു വാർത്ത കൂടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വന്നിരുന്നു. രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റും മഹുവ മൊയ്ത്രയുടെ തലകറക്കവുമൊക്കെയായി ഡൽഹിയിൽ വലിയ പ്രതിഷേധങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ മുങ്ങിപ്പോയ ഒരു വാർത്തയായിരുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ കയ്യാങ്കളി. വെറും കയ്യാങ്കളി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വനിതാ മെമ്പറടക്കം കൂട്ടത്തല്ലായിരുന്നു. പോലീസിനെ വരെ വട്ടം ചുറ്റിക്കുന്ന തരത്തിലുള്ള കയ്യാങ്കളി. മുസ്ലിം ലീഗ് ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തിൽ റിപ്പോർട്ട് വായനക്കിടയിൽ ഉണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ വലിയ കയ്യാങ്കളിയിലേക്ക് നീങ്ങിയത്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. ജില്ലാ പഞ്ചായത്ത് അംഗം ടി.പി. ഹാരിസ് ഒന്നാം പ്രതിയായ നിക്ഷേപ തട്ടിപ്പ് കേസ് സംബന്ധിച്ച് ഭരണസമിതി യോഗങ്ങളിൽ നടന്ന ചർച്ചയിലാണ് ഈ കയ്യാങ്കളി അരങ്ങേറിയത്. തിങ്കളാഴ്ച ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ്
ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമായി മാറിയത്. ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ മറവിൽ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ ഹാരിസ് നിക്ഷേപം സ്വീകരിച്ചെന്നാണ് കേസിൽ പറയുന്നത്. ഇതിൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു തയ്യാറാക്കിയ വസ്തുതാ റിപ്പോർട്ട് ചർച്ചയ്ക്കെടുത്തപ്പോഴാണ് തർക്കം തുടങ്ങിയത്. റിപ്പോർട്ട് അവതരിപ്പിക്കാനായി പ്രസിഡന്റ് എം കെ റഫീഖ എഴുന്നേറ്റതോടെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. റിപ്പോർട്ട് വായിച്ച ശേഷം ചർച്ച ചെയ്യാമെന്ന് പ്രസിഡന്റ് പറഞ്ഞുവെങ്കിലും പ്രതിപക്ഷം അംഗീകരിച്ചതേയില്ല. പഞ്ചായത്ത് രാജ് ആക്ടിലെ ഏത് ചട്ടമനുസരിച്ചാണ് സെക്രട്ടറി അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് പി മോഹൻദാസ് ചോദിക്കുന്നുണ്ട്. അത് ചട്ടവിരുദ്ധമാണ് എന്നാരോപിച്ച് മറ്റു പ്രതിപക്ഷ അംഗങ്ങളും എഴുന്നേറ്റു. റിപ്പോർട്ടിന്റെ പകർപ്പ് അംഗങ്ങൾക്ക് നൽകാത്തതിനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. സെക്രട്ടറി രണ്ടാം പ്രതിയായി FIR രജിസ്റ്റർ ചെയ്ത കേസിൽ അദ്ദേഹം തന്നെ ഒന്നാം പ്രതിക്കെതിരെ അന്വേഷണം നടത്തുന്നത് വിരോധാഭാസമാണ് എന്നും പ്രതിപക്ഷത്തെ അഫ്സൽ പറയുന്നുണ്ട്. അഴിമതി കഥകൾ പുറത്തു വരാതിരിക്കാൻ ഭരണപക്ഷം സെക്രട്ടറിയെ സംരക്ഷിക്കുകയാണ് എന്നൊക്കെ ആരോപണങ്ങളിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ഉന്തും തള്ളും കത്തിക്കയറലുമായതാണ് നമ്മളിപ്പോൾ കണ്ട രംഗങ്ങളിലുള്ളത്.